വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ മുടി കണ്ടിട്ട് നിങ്ങൾ ആരും അതിശയിക്കണ്ട. ഇപ്പോൾ സമയം ക്ലോക്ക് ലോക്കറാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ദൂരത്താണ്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യോ എന്ന് കേട്ടിട്ട് ഞാൻ മടുത്ത് ഗൈസ്. ഒരു മാസം മുമ്പേ എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. എന്താ ഞാൻ പറയുക, ഇപ്പോൾ നാളെ സ്കൂൾ തുറക്കും. ഇപ്പോഴാണ് ഞാൻ എല്ലാം വാങ്ങി, എല്ലാം നേരത്തെ വാങ്ങി. അപ്പം അതൊക്കെ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങേ ചെയ്തിട്ടില്ല, ഇവിടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, എക്സസൈസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് എടുക്കുന്നത് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ അതിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും അറിയുന്ന പോലെ തന്നെ കുറച്ച് ബുക്കുണ്ട്. ഇതിലിപ്പോൾ ഒരു 5 ബുക്കേ ഉള്ളൂ. കുറേ ബുക്ക് ഇനിയും ഉണ്ട്, 11 ബുക്കുണ്ട്. അതിൻ്റെ അകത്ത് 5 ബുക്ക് എൻ്റെ ഉണ്ട്, ബാക്കി 6 ബുക്ക് ബാഗിലാണ്. നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ ബാഗൊക്കെ ക്ലീനായിട്ട്, പുതിയ ബാഗാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഇട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാനിത് ഈ സഞ്ചിയിലെല്ലാം ഇട്ടിട്ടുണ്ട്, കുറച്ച് ബാഗിൽ. ഇപ്പം സമയം കൃത്യം പറയുകയാണെങ്കിൽ ഇത്ര മണിയായിട്ടുണ്ട്, 9. എന്നിട്ട് ഈ സമയം അത് സോറി അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് സമയം തെറ്റാട്ടോ, അരമണിക്കൂറായിട്ട് കൂടുതലാണ്. പിന്നെ ഉള്ളത് ലാബിളാണ്, എല്ലാവരെയും നോർമൽ യൂസ് ചെയ്ത് ഞാൻ കുറേ ഒട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല. പിന്നെ ഒരു ഷീറ്റുണ്ട്, യൂണിക്കോൺ, സ്പെഷ്യൽ യൂണിക്കോൺ 6th ക്ലാസ് കുറച്ച് മതിയപ്പം. അപ്പോൾ പിന്നെ ഒരു പെൻസിൽ കിട്ടും. ഇത്രയും സാധനങ്ങളാണ് ഈ സഞ്ചിയിലുള്ളത്. ഇനി അടുത്ത എൻ്റെ ബാഗിലത്തെ സാധനങ്ങൾ നോക്കാം. ഇതാണ് ഗേൾസ് എൻ്റെ ബാഗ്. കുറച്ച് ഉണ്ട്, കാരണം ഞാൻ കുറേ ബുക്കൊക്കെ നശിച്ചിട്ടാണ് പോകുന്നത്. നല്ല ബാഗില്ല, എനിക്കിഷ്ടപ്പെട്ട. എന്തായാലും നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കള്ളി ഓപ്പൺ ചെയ്യും. ഇനി കുറേ കള്ളിയുണ്ട്. ഒരു കള്ളി ഇത്, പിന്നെ ഒരു കള്ളി ഇത്, പിന്നെ ഒരു കള്ളി ഇത്, പിന്നെ ലാസ്റ്റ് കള്ളി. ഇത്രയും കള്ളീസ് ഉണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം അടുത്തത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അവിടെ ഇല്ല നോക്കാം നമുക്ക് വേഗം. എൻ്റെ കയ്യിലൊരു കുഞ്ഞു നോട്ട്ബുക്കാണ്. പിന്നെ കുറേ അമ്മൻ്റെയും അച്ഛൻ്റെയും പിന്നെ എൻ്റെ അമ്മേൻ്റെ ചേച്ചിയുടെയും ഒക്കെ നമ്പർ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. ഇവരെ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടും, അതുകൊണ്ട് ഞാൻ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ്. പിന്നെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. കളിക്കുമ്പോൾ എടുത്തതാണ് ഇങ്ങനത്തെ കുറേ പൈസ ഉണ്ടാക്കുക. അപ്പോൾ ഈ രാവിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഫാമിലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും ഉള്ള പോലെ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പക്ഷേ സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്, കാണിച്ചു തരാം. തുറക്കുമ്പോഴൊക്കെ ഒരേപോലെ തന്നെയാണ്, പക്ഷേ എന്നാലും ഉണ്ട് ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. കണ്ടോ, കോമ്പസൊക്കെ നല്ല പിന്നെ കോമ്പസ് ഉണ്ട്. ഇതുണ്ട്. ഇത് ഇങ്ങനത്തെ ഇടുന്നുണ്ട്, കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്കൊന്നും എവിടെ ഇതാക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ സാധനം കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അല്ലാണ്ട് വേറൊരു സാധനവും വേണ്ട. അപ്പം അതുണ്ട്. പിന്നെ മെയിൻ ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും ഉണ്ടാവും പെന്നിട്ടോ. ഇത് പെന്നല്ല, കാണിച്ചാൽ നിങ്ങൾക്ക് പോലെ കാണുന്നുണ്ടോ ഉപയോഗിക്കണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ നമ്മൾ കയറ്റി പോകാനൊക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഗൈസ്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ബാഗിൽ ടവലുണ്ട്, പിന്നെ ഒരു പൗച്ചുണ്ട്. പൗച്ചിനുള്ളിൽ കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. 2 കള്ളിയിലൊരു ക്യൂട്ട് പൗച്ച്. ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ.
ഒരു ഇറേസറും ഒരു ഷാർപ്പനറും ഉണ്ട്, പിന്നെ ഒരു സ്കെയിലുണ്ട്. ഇതൊക്കെ അതേപടി വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതേപടി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് രാവിലെ പണി അതാ പെന്ന് പോയി പിന്നെ അപ്പോൾ ഞാൻ പെന്നുണ്ട്, പിന്നെ ഒരു ചെത്താവട്ടം, ഒരു പെൻസിലുമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പൗച്ചിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് കളി കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് കളിയിൽ എന്താണെന്ന് നോക്കാം. തേർഡിലും ഫോർത്തിലും ഒന്നും ഉണ്ടാവില്ല, കാരണം അതൊക്കെ നാളെയാണ് കിട്ടുക. അപ്പോൾ സെക്കൻഡിലൊന്നാണ് നോക്കാം. സെക്കൻഡിൽ ഇതാ അതെൻ്റെ കൈ വന്നാണ്. ഒരുപാട് നോട്ട് എനിക്ക് അമ്മ പൊതിയിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല നോട്ടുണ്ട്. പൊതിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊന്ന് ബാഗിൽ ഒതുക്കി വെച്ചിട്ട് കാണിച്ചേരെ. പിന്നെ ഒരു ചെറിയ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട്, സ്നാക്സൊക്കെ ഇടാം. ഇതിൻ്റെ ചോറുണ്ട്, പിന്നെ ഒരു ഇതുണ്ട് പ്ലേറ്റ്. അത്രയൊക്കെയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളത്. നാളെ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാം. എന്താ ഉള്ളത് എന്തൊക്കെയാണ് രാവിലത്തെ തിരക്കിന് എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാകത്തില്ല. ഞാൻ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ പോകുന്നു ഗൈസ്. അപ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, നാളെ പറ്റുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് അല്ലെങ്കിൽ ഫുൾ വീഡിയോ ഇടാം. വൈകുന്നേരം വന്നിട്ടിടാം. എൻ്റെ അമ്മയുടെ ഈച്ചിയും എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇടാം. പറ്റുകയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം ഇടാം. എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ ഇടാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇടാം. ഇതെന്തിനാണ് കൂടെ പറയാനെന്നായിക്കോട്ടെ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ സോ നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാ മക്കൾക്കും ആശംസകൾ നേരുന്നു. എന്താ വെച്ചാൽ നാളെ സ്കൂൾ തുറക്കുകയല്ലേ. അപ്പോൾ പുതിയ കുട്ടികൾ സ്കൂളിൽ പുതിയ ചേർക്കാനുണ്ടാവില്ല, ന്യൂ അഡ്മിഷൻ ഉണ്ടാവും സ്കൂളിലേക്ക്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അടിച്ച് പൊളിച്ച് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ ആയില്ല. എൻ്റെ എന്താ പറയുക അക്സസറീസ് ആണ്, സ്കൂൾ ഐറ്റംസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാഗ്, പിന്നെ ഒരു കുടയുണ്ട്. കുട ഞാൻ വാങ്ങിച്ചിട്ടില്ല, കുട എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കുട ഞാൻ സ്കൂളിൽ എടുക്കാറില്ല, കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി ഒരു ചെറിയ ഒരു ഇതാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കുട എനിക്കിതാ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഉണ്ട് ഒരു കുട, അത് ഒരു കുട. അപ്പോൾ കുട അത് എൻ്റെ കൈ വന്നാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്. അപ്പോൾ കുടയില്ലോണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ എല്ലാ മക്കൾക്കും ആശംസ. ബൈ ബൈ ടു ഗുഡ് നൈറ്റ്. ബൈ ബൈ. അപ്പോൾ നടക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം കാണാം. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.